ഖരമാലിന്യ അധിഷ്ഠിത കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ബ്രഹ്മപുരത്ത് പ്രവർത്തന സജ്ജം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പ്ലാന്റ് ഇന്ന് നാടിന് സമർപ്പിക്കും. പ്രതിദിനം 150 ടൺ ഖരമാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഒരുങ്ങിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി കൊച്ചി നിവാസികൾ അനുഭവിക്കുന്ന മാലിന്യ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാവുകയാണ് CBG പ്ലാന്റ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് പ്ലാന്റ് ഒരുക്കിയിരിക്കുന്നത്. ഗതാഗതം, വാണിജ്യം, വ്യവസായം, ഗാർഹികം എന്നീ മേഖലകളിൽ CNGക്ക് പകരം ഉപയോഗിക്കാവുന്ന ഇന്ധനമായി കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനം സാധ്യമാക്കുകയാണ് പ്ലാന്റിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ പ്രതിദിന ഉൽപാദന പരിധി ഘട്ടം ഘട്ടമായി ഉയർത്താനും പദ്ധതിയുണ്ട്. ജൈവമാലിന്യ സംസ്കരണത്തിനായി പ്ലാന്റ് പൂർണ്ണ സജ്ജമായതായി BPCL അധികൃതർ അറിയിച്ചു. Getting municipal waste converted to gas is the first of its kind in the country, and we are happy to share that BPC's that along with Government of Kerala and Municipal Corporation of Kochi, we have joined hands together to achieve this milestone. നഗരത്തിലെ 21 ഇടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള 181 ശേഖരണ കേന്ദ്രങ്ങളിലൂടെ സംസ്കരണത്തിന് ആവശ്യമായ ജൈവമാലിന്യം കോർപ്പറേഷൻ നൽകും. അൺലോഡിംഗ് പിറ്റിലേക്ക് നിറയ്ക്കുന്ന മാലിന്യം ആനുപാതികമായി വെള്ളവും ചേർത്ത് മിശ്രിതമാക്കി ബയോഗ്യാസ് നിർമ്മാണത്തിനായി ഹൈഡ്രോലൈസർ ടാങ്കിലേക്ക് മാറ്റും. ഇതിനായി 12 മീറ്റർ ഉയരവും 30 മീറ്റർ വ്യാസവുമുള്ള 2 കൂറ്റൻ ഡൈജസ്റ്റുകളാണ് പ്ലാന്റിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. വാട്ടർ സ്ക്രബ്ബർ സിസ്റ്റത്തിലൂടെ കടത്തിവിട്ട കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് എന്നിവ നീക്കം ചെയ്തതിനു ശേഷം ശുദ്ധീകരിക്കുന്ന ബയോഗ്യാസ് BPCL റിഫൈനറിയിലേക്ക് എത്തിക്കും. മാലിന്യ സംസ്കരണത്തിൽ ഇത്രയധികം പഴിചാരലുകൾ കേട്ട കൊച്ചി കോർപ്പറേഷനെ പോലെ മറ്റൊരു നഗരസഭയുണ്ടാവുകയില്ല. എന്നാൽ പുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആ പഴിചാരലുകൾ അവസാനിക്കുമെന്നും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുമെന്നുമാണ് പ്രതീക്ഷ. കൊച്ചിയിൽ നിന്നും സജിൽ ഗുരുവായൂരിനൊപ്പം ആൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.